ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പുതിയ പേരിലേക്കും അതേമാതിരി നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾ 125 ആക്കിക്കൊണ്ടൊക്കെ ഉത്തരവ് ഇറക്കിയിരുന്നു. എന്നാലും പല പഞ്ചായത്തിലും തൊഴിലുറപ്പ് പ്രവർത്തികൾ ഓണമായിട്ട് നടക്കുന്നില്ല. ഓണത്തിന് പലരും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ നമ്മളെ കമൻറ്റ് താഴെ പലരും കമൻ്റ് അടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിലെ പഞ്ചായത്ത് ജീവനക്കാർക്ക് എല്ലാവർക്കും തന്നെ നിലവിൽ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നൽകി വരുന്നുണ്ട്. അപ്പോൾ പുതിയ പ്രവർത്തികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ അതിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർക്കൊക്കെ ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വാർഡ് മെമ്പർമാർക്ക് നൽകി, അതേപോലെ തന്നെ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ഇപ്പോൾ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ജീവനക്കാർക്കും എല്ലാവർക്കും തന്നെ ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിലവിലെ കരട് ലിസ്റ്റ് പ്രകാരം കുറച്ച് പ്രവർത്തികളാണ്, അൺസ്കിൽഡ് വേജസ് കൂടുതലായിട്ട് കൈവരിക്കാൻ പറ്റുന്ന കുറച്ച് പ്രവർത്തികൾ മാത്രമേ ഉള്ളൂ. അതിൽ മെയിനായിട്ട് വരുന്നത് കുഴിയൊക്കെ പോലത്തെ പ്രവർത്തികളാണ്, അതായത് ട്രഞ്ചസും അങ്ങനത്തെ പ്രവർത്തികളാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഏറ്റെടുക്കുമ്പോൾ ചില ഏരിയസിൽ പറയുന്നുണ്ട്, ചില ഏരിയ എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ മേഖല പ്രദേശങ്ങളിലൊന്നും ആ പ്രവൃത്തികൾ ഏറ്റെടുക്കാനേ പാടില്ല. പിന്നെ ഉള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ തന്നെ ചിലരൊക്കെ കൂടുതൽ ഭൂമിയുള്ള ആളുകളൊക്കെ തന്നെ പല കാര്യത്തിനും പറമ്പിലൂടെ നടക്കുമ്പോഴൊക്കെ കുഴിച്ചിട്ട് അതിൽ ചകിരി വെച്ച് മൂടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിലും അതിൽ ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കാൻ ചകിരിയൊന്നും എല്ലാ പറമ്പിലും കിട്ടിയെന്നൊന്നും വരില്ല. അപ്പം അവിടെ ഒരു കുഴി മാത്രമായിട്ട് മാറുകയും അത് പിന്നീട് പറമ്പിൻ്റെ ഉടമസ്ഥന്മാർക്ക് ഒരു ബുദ്ധിമുട്ടായി വരികയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതി നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും തൊഴിലുറപ്പ് പ്രവൃത്തി ഏറ്റെടുക്കുന്നതിൽ പല ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ നിലവിൽ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കരട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിൻ ലിസ്റ്റ് ഈ അടുത്ത് തന്നെ ഇറങ്ങാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ നിലവിൽ ഏറ്റെടുക്കുന്ന നമ്മളെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾ മാത്രമാണ് നിലവിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലവിൽ പ്രത്യേകമായിട്ട് ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പറമ്പിലെ പ്രവൃത്തികളൊക്കെ ഉൾപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ ഉത്തരവായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു 15 ഇപ്പോൾ ഓഗസ്റ്റ് 15 നാളത്തോടെ ആവും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ മാസം അവസാനത്തോടു കൂടി തന്നെ എല്ലാ ജില്ലകളിലും തന്നെ വർക്ക് എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ പോകും. അപ്പോൾ എല്ലാവരും പ്രവൃത്തികൾ ഏറ്റെടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവൃത്തികളൊക്കെ എത്രയും പെട്ടെന്ന് എല്ലാ വർക്ക് സൈറ്റും കറക്റ്റായിട്ട് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിലൊക്കെ പോകും. പിന്നെ കരട് ലിസ്റ്റ് പ്രകാരം 60 വയസ്സിൻ്റെ മുകളിലുള്ള നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടുതൽ ആശ്രയിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ 60 വയസ്സിൻ്റെ മുകളിലാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഈ പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ പല കായിക ശേഷി കൂടിയ വർക്കുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കരട് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത പ്രവൃത്തികളൊക്കെ മെയിൻ ലിസ്റ്റിലേക്ക് വരുമായിരിക്കും. അങ്ങനെ നമുക്ക് വിചാരിക്കാം, അങ്ങനെ വന്നാൽ മാത്രമേ അവർക്കും കൂടി കൂടുതൽ പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ തൊഴിലാളികളോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മളെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് ഈ വിബിജി രാംജി പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളാണ്. അപ്പോൾ രണ്ടിൻ്റെയും ലക്ഷ്യങ്ങൾ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ തരുക എന്നുള്ളതായിരുന്നു നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിൻ്റെ ലക്ഷ്യം. പക്ഷേ വിബിജി രാംജി എന്ന പദ്ധതിയിൽ ആസ്തികൾ ആർജിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ രണ്ടും വലിയ അന്തരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അന്തരം നിങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രവൃത്തികൾ ഏറ്റെടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം പിന്നെ നമ്മളോട് കൂടുതൽ പേരും ചോദിച്ചൊരു കാര്യമാണ്. ഓണത്തിന്, അതായത് കഴിഞ്ഞ വർഷം 1200 രൂപയാണ് 100 തൊഴിൽ ദിനം എടുത്ത തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നത്. അപ്പം ഓണത്തിൻ്റെ അലവൻസ് ലഭ്യമാവുമോ എന്നുള്ള കാര്യമാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ അലവൻസ് നിങ്ങൾക്ക് ഈ മാസം ലഭിക്കും. ഓണത്തിൻ്റെ മുന്നോടിയായി തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുന്ന രീതിയിലാണ് ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഉത്തരവ് ഇറക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ആ ഉത്തരവ് ഇറങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് ഓണത്തിൻ്റെ അലവൻസ് ലഭിക്കുക. എല്ലാ വർഷവും 1000 രൂപയാണ് ലഭിക്കൽ. കഴിഞ്ഞ വർഷം മാത്രമാണ് 1200 രൂപ ലഭ്യമായത്. അപ്പം എത്ര രൂപ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ഇറങ്ങുമ്പോൾ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിൽ കഴിഞ്ഞ വർഷം ലഭിച്ചതിനെക്കാട്ടിലും കുറയ്ക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇനി പുതിയ ഗവൺമെൻറ്റാണ്, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് ഓണത്തിൻ്റെ അലവൻസ് എത്ര രൂപ നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് എല്ലാ വർഷവും തൊഴിലാളികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കുറയ്ക്കാതിരിക്കില്ല. അപ്പോൾ 1200 രൂപ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ 100 ദിവസം തൊഴിൽ കഴിഞ്ഞ വർഷം 2025-26 കൈവരിച്ച തൊഴിലാളികൾക്ക് ഓണത്തിൻ്റെ അലവൻസ് ലഭിക്കും എന്നുള്ള കാര്യം കൂടി അറിയിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്.
അതേപോലെ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുമ്പോൾ പലരും നമ്മളോട് പല സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള പുതിയ പദ്ധതിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇപ്പോൾ നിലവിൽ വന്നതിൽ ജൻ MGNREG നിങ്ങൾക്ക് NMS എക്സംഷനൊക്കെ അയക്കുന്നത് ജൻ MGNREG എന്ന് പറയുന്ന ആപ്പിലായിരുന്നു നിങ്ങളൊക്കെ മൊബൈലിൽ ലോഗിൻ ചെയ്ത്. അപ്പോൾ അതിന് പകരമായിട്ട് ജൻ ഗ്രാം എന്ന് പറഞ്ഞ ഒരു ആപ്പ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ തൊഴിൽ തെളിയിക്കുന്ന കാര്യത്തിലായാലും. പക്ഷേ ഇപ്പം കൂലി കറക്റ്റ് ടൈമിന് ലഭ്യമാകുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതും താമസിക്കാനുള്ള താമസം എന്താ പറയുക, തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലി വരുന്നതിലൊക്കെ കാലതാമസം നേരിടും. പക്ഷേ ഇപ്പോൾ കറക്റ്റ് അതായത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ പൈസ കയറുന്ന രീതിയിലാണ് പോകുന്നത്. നിങ്ങൾ പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 14 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ എസ്റ്റിമേറ്റ് ഏതെങ്കിലും എസ്റ്റിമേറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്തു പോവുക. അപ്പോൾ എസ്റ്റിമേറ്റൊക്കെ ഉള്ള ആൾക്കാർ കറക്റ്റ് പെർസെൻറ്റേജൊക്കെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുക. എസ്റ്റിമേറ്റ് ഇല്ലാത്തവർ നിലവിലെ പദ്ധതി പഞ്ചായത്തിലൊക്കെ അപേക്ഷ കൊടുത്ത് നിലവിലെ കരട് ലിസ്റ്റ് മാർഗനിർദ്ദേശ പ്രകാരം ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികളുടെ എന്താ പറയുക ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുണ്ടാകും. അതിന് അനുസൃതമായിട്ടുള്ള പ്രവൃത്തികൾ കണ്ടെത്തി അതിൻ്റെ ക്രോഡീകരിച്ച് ലിസ്റ്റ് നിങ്ങൾ പഞ്ചായത്തിൽ ഏൽപ്പിച്ചാൽ അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരും. അവർക്ക് സൈറ്റ് വന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേറ്റുമാർ കൂടുതൽ ശ്രമിച്ചുകൊണ്ട് എല്ലാ വാർഡിലും എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനൊക്കെ നോക്കേണ്ടതാണ്. അങ്ങനെ മാത്രം ഉണ്ടാക്കിയാൽ മാത്രമേ പ്രവൃത്തികളൊക്കെ ഫുള്ളായിട്ട് തുടങ്ങി തൊഴിലാളികൾക്ക് തൊഴിൽ ദിനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ പ്രവൃത്തികൾ കണ്ടെത്തിയെന്നാൽ ഇപ്പോൾ PVG രാംജി എന്ന് പറയുന്നത് പുതിയ പ്രവൃത്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ 3 വർഷത്തിലെടുത്ത പറമ്പ് എന്നുള്ള ഇതൊന്നും ഉണ്ടാവില്ല. പുതിയ പറമ്പിൽ എടുക്കാം. പക്ഷേ അത് ഓർഡറിൽ ഒരു പറമ്പിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ നിലവിലെ സ്ഥിതി അനുസരിച്ച് ഒരു പറമ്പിൽ പണിയെടുത്ത് എന്തൊക്കെ പ്രവൃത്തികളാണ് വരുന്നത് അത് എല്ലാ പ്രവൃത്തികളും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടണം. ഒരു പറമ്പിലേക്ക് നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കയറുന്നതോടുകൂടി ആ പറമ്പിലെ എല്ലാ പ്രവൃത്തികളും എടുത്ത് പൂർത്തീകരിക്കണം. അല്ലാതെ ഈ കുറച്ച് പണി എടുക്കുക പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പം അതിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികളിൽ ഏതൊക്കെയാണോ അതെല്ലാം ഒരു പറമ്പിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന രീതിയിലായിരിക്കണം പോകേണ്ടത് എന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു. അപ്പം ഭാവിയിലൊക്കെ അതും നിങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കും. അതായത് ഒരു പറമ്പിൽ കയറി അവിടെ പിന്നത്തെ വർഷം വേറെ എന്തെങ്കിലും പണിയെടുക്കാൻ ഇപ്പോൾ നിലവിൽ പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ തൊഴിലുറപ്പ് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ആർക്കെങ്കിലും താല്പര്യമുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതേമാതിരി ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.